ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കി പഠിച്ച് ചെയ്തൊരു ബാഗാണിത്. ഈ ബാഗ് ശരിയാവോ ഇല്ലയോ എന്നറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാനിത് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പം ഇതുപോലെ ഈ ബാഗ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വേറൊരു തുണിയിൽ കാണിച്ചു തരാം. ഇതൊരു പാൻറ്റായിട്ട് ഉപയോഗിക്കാത്തൊരു പാൻറ്റാണ്. പക്ഷേ ഈ തുണി കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബാഗ് ആ ഒരു ഇതനുസരിച്ചേ നിൽക്കുകയുള്ളൂ. ആ പാൻറ്റിൻ്റെ ആ കാല് പോർഷൻ അതിൻ്റെ അവിടെ ഓൾറെഡി 2 സൈഡ് അടിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ആ ഭാഗം കുറച്ച് എത്ര നീളം വേണോ അത്ര ഇതിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 3 സൈഡിൽ അടിപ്പ് കാണുമല്ലോ. ബോട്ടത്തിൻ്റെ അടിഭാഗം അടിച്ചിട്ടുണ്ടായിരിക്കും, സൈഡ് 2ഉം അടിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ തുറന്നിരിക്കുന്ന ആ ഭാഗത്തുനിന്ന് നമുക്ക് ഇതുപോലെ കുറച്ച് സ്ക്വയർ ഷേപ്പിൽ 2 സൈഡിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നമുക്കത് അടിക്കണം. ആദ്യം താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. മെഷീനിൽ തയ്ക്കുവാണെങ്കിൽ ഏറ്റവും എളുപ്പം പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. ഞാനിത് കൈത്തയ്യലായിരുന്നു. അങ്ങനെ അടിഭാഗം അടിച്ചിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് അത് ആ കോണോട് കോണ് ചേർത്ത് വെക്കണം. അതായത് നമ്മളിങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ അടിപ്പ് വരുന്ന 2 ഭാഗമില്ലേ, ഇപ്പം തുണി ഇങ്ങനെ ഇരിക്കുമ്പം ആ ഓപ്പോസിറ്റ് സൈഡ്, അതായത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് ആ സൈഡും നമ്മളൊന്ന് 2 ഭാഗവും സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കുക, തുണി മറിച്ചിട്ടിട്ടാണ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം തുണി തിരിച്ചിട്ടിട്ടാണ്. അങ്ങനെ ഈ 2 സൈഡും അടിച്ചതിന് ശേഷം നമുക്ക് തുണി നല്ല വശമാക്കാം. അകത്തൂടെ നമുക്കത് തുണി അതിൻ്റെ നല്ല വശം വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു ബാഗിൻ്റെ ആ ഒരു ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്കതിന് 2 വള്ളി വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതും പാൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ 2 ഭാഗം കട്ട് ചെയ്തിട്ട് ഇവിടെ പാൻറ്റിൻ്റെ വള്ളിയായിട്ടും ബാഗിൻ്റെ വള്ളിയായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കോട്ടൺ തുണിയൊക്കെയാണ് നല്ല ഭംഗിയിലിരുന്നേനെ. ഞാൻ വേഗം തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിനങ്ങ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഒത്തിരി സമയം അങ്ങനെ ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും